ഉമ്മൻചാണ്ടി തന്നെ ചതിച്ചത് മന്ത്രി KB ഗണേഷ് കുമാർ. ഒരു കുടുംബ വഴക്കിന്റെ പേരിലാണ് മന്ത്രിയായിരുന്ന തന്നെ രാജിവെപ്പിച്ചത്. കുടുംബ വഴക്ക് പരിഹരിക്കാൻ ഇടനിലക്കാരനായി നിന്ന് തന്റെ 2 മക്കളെയും വേർപിരിച്ചത് ഉമ്മൻചാണ്ടിയാണ്. ചാണ്ടി ഉമ്മൻ കേൾക്കാത്ത കാര്യം എന്തിനാണ് പത്തനാപുരത്ത് വന്ന് പറയുന്നതെന്നും ഗണേഷ് കുമാർ ചോദിച്ചു. കൊല്ലം പത്തനാപുരത്ത് വെച്ച് കഴിഞ്ഞ ദിവസമാണ് മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ ചാണ്ടി ഉമ്മൻ ആരോപണം ഉന്നയിച്ചത്. സോളാർ പരാതിക്കാരിയുടെ പരാതി 18 പേജിൽ നിന്ന് 24 പേജായി ഉയർന്നതിന് പ്രധാന കാരണക്കാരൻ ഗണേശ് എന്നായിരുന്നു ചാണ്ടി ഉമ്മന്റെ ആരോപണം. ഉമ്മൻചാണ്ടിയുടെ പേര് കൂട്ടിച്ചേർത്തത് ഗണേഷ് കുമാറാണ്. 18 പേജുള്ള കത്ത് എങ്ങനെ 21 പേജുള്ളതായത്? 24 എങ്ങനെയാണ് കൂടുതൽ പേരുകൾ എഴുതി ചേർത്തത്? ആരാണ് ചേർത്തത്? ഇവിടുത്തെ നേതാവിന്റെ കാര്യം ഞാൻ പിന്നെ പറയുന്നില്ല. ശ്രീ ഗണേശന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഞങ്ങളാരും സ്വപ്നം വിചാരിച്ചില്ല. കാരണം എന്റെ പിതാവ് ഇപ്പൊ സൂചിപ്പിച്ചു, എന്നെക്കാട്ടി സ്നേഹിച്ചു. കള്ളസാക്ഷി പറയുന്നവന് നരകമാണെന്ന ബൈബിൾ വചനം പറഞ്ഞുകൊണ്ട് അതിരൂക്ഷവും വൈകാരികവുമായിട്ടായിരുന്നു ഇതിന് ഗണേഷ് കുമാറിന്റെ മറുപടി. വായിൽ വിരലിടരുത്. ഞാൻ പഴയ കഥകളൊക്കെ പറയും. എന്റെ കുടുംബം തകർത്ത് എന്റെ മക്കളെയും എന്നെയും വഴിയാധാരമാക്കി 2 വഴിക്കാക്കിയ ദുഷ്ടത്തരത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയും. ഉമ്മൻചാണ്ടിയുടെ മകൻ മറുപടി പറയും. ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു? ഞാൻ എന്ത് കഴിക്കാനാണ് ഉമ്മൻചാണ്ടി? ഉമ്മൻചാണ്ടിയല്ലേ എന്നെ ചതിച്ചത്? ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എന്റെ മന്ത്രിസ്ഥാനം 2003 രാജിവെപ്പിച്ചത്? പത്തനാപുരത്ത് വികസനമുണ്ട്. പുതുപ്പള്ളിയിൽ എന്തുണ്ടെന്ന വെല്ലുവിളി ചോദ്യവും ഗണേഷ് കുമാർ ഉയർത്തി. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പച്ചക്കള്ളവുമായി ഇറങ്ങുന്നതിന് ലജ്ജയില്ലേ എന്നും ഗണേഷ് കുമാർ ആക്ഷേപിച്ചു. ആരോപണവും പ്രത്യാരോപണവും വന്നതോടെ സോളാർ കേസ് വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. മീഡിയ 1 തിരുവനന്തപുരം.